ബിസിനസ് രംഗത്ത് തിളക്കമാർന്ന വിജയം കൈവരിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്കും പൊതുസംരംഭകരാകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന യുവജനങ്ങൾക്കുമായി BNI മലപ്പുറം ചാപ്റ്റർ വളാഞ്ചേരി KR ശ്രീനാരായണ കോളേജിൽ സംഘടിപ്പിച്ച കോൺക്ലേവ് ശ്രദ്ധേയമായി. KR ശ്രീനാരായണ കോളേജിലെ കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥികൾക്കായാണ് സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം പ്രമുഖ വ്യവസായിയും KR കോളേജ് ചെയർമാനുമായ KR ബാലൻ ഉദ്ഘാടനം ചെയ്തു. അവർ ആയിരങ്ങൾ ചേർത്തുകൊണ്ട് ഒരു ബിസിനസ് മേഖലയ്ക്ക് മാറും. ഒരു സാധനം ഉണ്ടാക്കി പ്രൊഡക്ഷൻ വിൽക്കാൻ പോകില്ല. അവന് ഇതുപോലെ വലിയ ഓഡിറ്റർ എടുത്ത് അതിൽ വലിയ ഫംഗ്ഷൻ ചെയ്ത് ഞാൻ ഞെട്ടിപ്പോയി. എനിക്കത് മനസ്സിലാവും. അവൻ നിർബന്ധമായി നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ചെയ്യാൻ കഴിയും. അതിനൊരു കാര്യം ചെയ്യണം. 24 മണിക്കൂറുള്ളിൽ 18 മണിക്കൂർ നിങ്ങൾ ശ്രമിക്കാൻ നോക്കും. അതുമാത്രമല്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ക്രിസ്ത്യൻ മേഖല, പാല, തിരുവല്ല, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, അതിനെപ്പോലത്തെ കോട്ടയം പല കോളേജിലും പോകുന്ന അവസരം കിട്ടാറുണ്ട്. എൻ്റെ ഉദ്ഘാടനം ക്ഷണിക്കാനോ മറ്റുമായി പോകുമ്പോൾ അവിടെയെല്ലാം നമ്മൾ വിദ്യാഭ്യാസം കാണാറുണ്ട്. അവിടുത്തെ ഏറ്റവും ഉന്നതനായ അച്ഛനവരുടെ പാതയായിട്ട് അവരെല്ലാം ആ ചെടിയിൽ കൂടെ നടന്നു പോയി ആ പൂവുകളെ സ്നേഹിക്കുമ്പോൾ അതുപോലെ തന്നെ അത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു സ്വയം നമ്മൾ ചിന്തിക്കുക. ഈ ഒരു വിദ്യാലയത്തിൽ ഇന്ന് ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രാമത്തിലെ കുറച്ചാൾ എന്നെ കണ്ടു. അവർ സംസാരിക്കുകയുണ്ടായി. നിങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികൾ വളരെ അച്ചടക്കത്തോടു കൂടി വളരെ ഞങ്ങൾ കണ്ടിരുന്ന അങ്ങാടിയിൽ പ്രസംഗം ഉണ്ടാക്കാതെ പഠിക്കാൻ വരുന്നു, പോകുന്നു, ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നു. ഇന്ന് രാവിലെ കാരണം 7 മണിക്ക് ഞാൻ യാത്ര ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ 18-19 വയസ്സ് നിങ്ങൾ കറക്റ്റായാൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ എത്താൻ കഴിയും? ഈ ഭൂമിയിൽ ദൈവം എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ വിജയിക്കാൻ ഒരു പ്രയാസമില്ല. ഒരു സത്യമാണ്. അപ്പോൾ തീർച്ചയായും ഈ സ്ഥാനത്ത് ഞാൻ ക്ലാസ് കേൾക്കാമെന്നാളാണ്. ഞാൻ പ്രസംഗിക്കാമെന്നല്ല, സത്യം പറയുണ്ടായി. ഞാൻ ഇന്ന് ക്ലാസ് കേൾക്കാമെന്നാണ്. കാരണം ഞാൻ ഓരോ സ്ഥലത്തും എത്തിപ്പെടുമ്പോഴും ഓരോ ക്ലാസ്സുകൾ കേട്ട് അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന അനുഭവങ്ങൾ ശേഖരിച്ച് വെച്ചുകൊണ്ട് തേനെടുക്കുന്ന പോലെയാണ്. അങ്ങനെയാണ് എല്ലാവർക്കും അറിയുന്നത്. നമ്മളെപ്പോൾ വിചാരിക്കും ഈ പ്രദേശത്ത് ഈ സ്ഥാപനം ഉണ്ടാക്കാൻ. ഇവിടെ ഞാനും പ്രിൻസിപ്പാളും ഫസ്റ്റ് ഇയർ വരുന്ന കുട്ടികളെ നിശ്ചയക്രമം 400 ലക്ഷങ്ങളുടെ വേദിയിൽ ഇദ്ദേഹത്തിന് ഞെട്ടിപ്പോയി. ഒരു 5% കുട്ടികൾ അച്ചമ്പോഴും കോളേജ് കണ്ടിട്ടില്ല. ഈ പ്രദേശത്തിൻ്റെ അവസ്ഥയാണ്. ഞാനൊക്കെ ജനിക്കുന്ന കാലത്ത് ഇവിടെ 4ാം ക്ലാസ് കിട്ടിയാൽ തന്നെ ഭാഗ്യമാണ്. കാരണം അന്നത്തെ സാഹചര്യം, ഭക്ഷണം, തുണി ഇതൊന്നും കിട്ടാത്ത കാലം ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്നത് സ്വർഗമല്ല ഇപ്പോൾ കാണുന്നത്. ഒരു 50 വർഷം മുന്നേ കാളവണ്ടി വലിക്കുന്ന വാരി മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി അത്ര ത്യാഗം ചെയ്ത സ്ഥലമാണ്. ആ ത്യാഗത്തിൻ്റെ മക്കളാണ് നമ്മൾ ഇരിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് ഈ പ്രദേശത്ത് ലാഭം ഉണ്ടാക്കുകയും ചെയ്തല്ല. ഒരു പ്രദേശത്ത് ഇതുണ്ടായാൽ അത് കാരണം ശ്രീനാരായണ കോളേജ് എന്ന പ്രസ്ഥാനം കേരളത്തിൽ തുടങ്ങിയത് ശേഷം MES ഉണ്ടാവും. അതിന് മറ്റേ ക്രിസ്ത്യൻ കോളേജുകളുണ്ട്. ആ പ്രദേശത്തിലെ കൊല്ലം, തിരുവനന്തപുരം മുഴുവൻ ആർട്സ് എന്ന വലിയ മനുഷ്യൻ ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുട്ടികൾ പഠിച്ച് പല സ്ഥലത്തും. അതിൽ ഇൻകം ടാക്സ് ഓഫീസറായും പല ഉദ്യോഗസ്ഥരെയും ഞാൻ പരിചയപ്പെടുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ തേങ്ങ മുറി കൊടുത്തും എൻ്റെ 3 മക്കളെയും ബിസിനസ്സുകാരെ വളർത്താൻ കാരണം ഓസ്ട്രേലിയ, സ്വിറ്റ്സർലാൻഡൊക്കെ പഠിച്ചവരാണ്. പക്ഷെ പഠിപ്പ് നല്ല ഒരു സ്വന്തം ജീവിക്കാൻ കഴിയും. അതുപോലെ എൻ്റെ ഈ കാവുമ്പുറത്തുള്ള എൻ്റെ 60 കൊല്ലം പരിചയമുള്ള ഒരു സുഹൃത്തിൻ്റെ മകൻ എൻ്റെ മകൻ്റെ കൂടെ പഠിക്കുന്നു. അവൻ അവിടെ സെറ്റിലായി. ആ പിതാവിൻ്റെ ദുഃഖം ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു ഇവിടെ. കാരണം നമ്മൾ എത്ര കൂടി സമ്പാദിച്ചാലും ആ മക്കളെ പോറ്റി വളർത്തി പഠിപ്പിച്ചിരുമ്പോൾ നമ്മളെ ഒരു കൈത്താങ് താങ്ങാൻ ഇല്ലാത്തൊരു കാലം വരാതിരിക്കാൻ ഇന്ന് കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളാണ്. ഞാനും ഉണ്ടാക്കുന്നുണ്ട്. 50 ഏക്കറിൽ ഞാനും ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അത് വലിയ ബിസിനസ്സാണ്. ഇപ്പോൾ പൈസ അടച്ചാൽ പോയിക്കൊണ്ടിരിക്കുക. വരുമ്പോൾ നിങ്ങളൊക്കെ നാളെ ആസ്ട്രേലിയ ഇവിടെ ഒരു രക്ഷയില്ല, ജോലി കിട്ടുന്നില്ല. നിങ്ങൾ ബിസിനസ് വരാൻ ശ്രമിക്കുക. അത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ വലിയ വിലയേറിയ സമയം ഞാൻ എടുക്കുന്നില്ല. ഇത് വലിയ ഒരു കാരണമായി ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ V. അനിൽ അധ്യക്ഷനായിരുന്നു. BNI മലപ്പുറം സപ്പോർട്ട് ഡയറക്ടർ കൺസൾട്ടന്റ് പ്രദീപ് കുമാർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ മായാസി സ്വാഗതം പറഞ്ഞു. ആദ്യ സെഷനിൽ നടന്ന പാനൽ ചർച്ചയിൽ CK വുഡ് ഇൻഡസ്ട്രീസ് ഉടമ അസ്ലം മുഹമ്മദ് യാസീൻ മോഡറേറ്ററായിരുന്നു. കൈരളി ഫർണിച്ചർ ഉടമ നൌഫൽ V, BNI മലപ്പുറം സപ്പോർട്ട് ഡയറക്ടർ പ്രദീപ് കുമാർ, ലെമൂൺ ഇവന്റ്സ് മാനേജിംഗ് ഡയറക്ടർ സുജി ലെമൂൺ, തവക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് ഉടമ മുഹമ്മദ് റിഷാദ് തുടങ്ങിയവർ പാനൽ ചർച്ചയിൽ പങ്കെടുത്തു. അതായത് നമുക്ക് ഒരു കമ്മ്യൂണിറ്റിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു മടി വരുന്ന സമയത്ത് നമുക്ക് ഒന്നും സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രാജുവലി പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റിനെ അഭിസംബോധന ചെയ്യാൻ പെട്ടെന്നൊരു സ്കില്ല് നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ ഗ്രാജുവലി ഇതുപോലുള്ള സോഷ്യൽ ഫോമിലൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്ത് അല്ലെങ്കിൽ സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ അത് പ്രോആക്റ്റീവ് ആവുക. അതായത് നമ്മൾ സ്വമേധയാ സെൽഫായിട്ട് പിന്നെ നമ്മൾ മുന്നോട്ട് വന്ന് നമ്മൾ ആ കാര്യങ്ങൾ സംസാരിക്കുന്ന രീതിയിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ
കുറേയൊക്കെ നമ്മളെ തിങ്കിങ്, നമ്മളെ മൈൻഡിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സോഷ്യൽ ആങ്സൈറ്റി മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ വന്നിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നടക്കുന്ന ഇവന്റ്സ്, എല്ലാ ഇവന്റ്സിലും നമ്മൾ വിസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പോ ഞാൻ എൻ്റെ ലൈഫ് വെച്ചിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഏകദേശം 18-ാം വയസ്സിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരു ആളാണ്. എന്ന് വെച്ചാൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ 1-2 ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അത് ഫ്ലോപ്പായി, പിന്നെ രണ്ടാമത് തുടങ്ങി, അങ്ങനെയൊക്കെ വന്ന ഒരാളാണ്. അപ്പോൾ നെറ്റ്വർക്ക് കൊണ്ട് നമുക്ക് നല്ലൊരു ഒരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇന്നിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നെറ്റ്വർക്ക്. അപ്പോൾ ഓഫ്ലൈനിലും ഓൺലൈനിലുമായിട്ട് മാസ്റ്ററിംഗ് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന വിഷയത്തിൽ നടന്ന 2ാം സെമിനാറിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ പി മോഡറേറ്ററായിരുന്നു. ഹബീബുള്ള കമാൽ, വസീം അബ്ദുൽ അസീസ്, മനോജ് പരമേശ്വരത്ത്, അഡ്വക്കേറ്റ് മുകുന്ദൻ പി തുടങ്ങിയവർ പാനൽ ചർച്ചയിൽ പങ്കെടുത്തു. പുതുസംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മോട്ടിവേഷൻ പാനൽ ഡിസ്കഷനാണ് BNIയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. പലപ്പോഴും പുസ്തകങ്ങളിൽ നിന്നുള്ള നോളജ് കിട്ടാറുണ്ട്, പക്ഷേ ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മളൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് ഒരുപാട് അന്താളിച്ച് നിന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് വരാതിരിക്കാനും കുട്ടികൾക്ക് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എങ്ങനെയാണ് ശരിക്കുമുള്ളൊരു എക്സ്പീരിയൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് നടത്തുമ്പോഴും എന്നുള്ള എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. BNI അഥവാ ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിൻ്റെ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിംഗ് ഓർഗനൈസേഷനാണ്. ഇതിനൊരു പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിന് റെഫറൽസ് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ബിസിനസ് ഡെസ്ക്, മീഡിയ വിഷൻ.